ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ചൂടുള്ള സമയത്ത് നമുക്ക് ഇതുപോലൊരു അവൽ മിൽക്ക് കിട്ടുവാണെങ്കിൽ ചൂടിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. ഞാൻ അതിന് വേണ്ടിയിട്ട് മട്ട അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മട്ട അവലോ വെള്ള അവലോ എടുക്കാവുന്നതാണ്. ഞാനൊരു ഫ്രൈ പാനിലിട്ട് അവൽ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. ഞാൻ 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഏത് പഴം വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 5 പഴം വരെ നമുക്ക് എടുക്കാം. ഞാനിത് ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് വേണം ഇതിന് വേണ്ടിയിട്ട്. ഞാൻ നല്ല തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ചൂടൊക്കെ ഉള്ള സമയത്ത് നല്ല തണുത്ത പാലാണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അതിനാണ് ഞാൻ തണുത്ത പാലെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നമുക്ക് നല്ലതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പഴം കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ അടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അവൽ മിൽക്ക് കഴിക്കുമ്പം ഇങ്ങനെ പഴം കൂടെ കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾ എപ്പോഴും പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് കൂടുതൽ ചേർക്കാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് നട്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം പഞ്ചസാര കൂടുതലാണെങ്കിൽ മധുരം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. മധുരം കുറച്ച് ചേർക്കണം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് അവൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവലാണിത്. അവൽ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും പഴവും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു അവൽ മിൽക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും തണുക്കുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാൻ ബദാമോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബദാമോ കാഷ്യോ പിസ്തയോ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഈ അവൽ മിൽക്ക് അല്ലാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് അവലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടുള്ള സമയത്ത് ഞാനിത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അന്നേരം ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. പാലും അവലും ഒക്കെ ഉണ്ടാവാറുള്ളൂ. അത് തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പാലും അവലും പഴവും മാത്രം മതി നമുക്ക് ഈ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ. കുറച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഒന്നുകൂടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെങ്കിലാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയും ബദാമും പിസ്തയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. ബൂസ്റ്റും കൂടെ ആണെങ്കിൽ നമ്മളില്ലേ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റിന് ആവശ്യമുള്ളൂ. നമുക്ക് അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട, കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പാലും ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കണ്ടോ, ഞാൻ പാലിൽ ഒഴിച്ചപ്പം ആ പഴമൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നട്ട്സൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആ പഴം കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. അത് നമ്മൾ 3 ഗ്ലാസ്സിലും കുറേശ്ശെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഉണ്ട്. ആ ഒരു 1/2 ലിറ്റർ പാലിന് ഈ 3 ഗ്ലാസ് ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഫുള്ള് ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു 3/4 ഒഴിച്ചാലും മതി. കാരണം നമ്മളിനി അതിൻ്റെ പുറത്ത് ഇനി ഓരോന്നും ഇടുമ്പോൾ ആ പാല് കുറച്ച് താഴെ പോകും. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കാണിക്കുന്നത്.
കണ്ടില്ലേ, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ് തന്നെയാണ് ആ രണ്ട് ഗ്ലാസ് മുഴുവനും നമുക്ക് കിട്ടി. ഒരു കുഞ്ഞ് ഗ്ലാസ്സും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടെ അവലിട്ട് കൊടുക്കാം. നമ്മൾ അവലിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ അവൽ താന്നു പോകും. അതുകൊണ്ട് ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പും പോകും, അവലെല്ലാം അതിനകത്തിട്ട് താന്നു പോവുകയും ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ബദാമും പിസ്തയും കപ്പലണ്ടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്നുകൂടെ ബദാമും പിസ്തയും കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാർച്ച് ഏപ്രിൽ മാസത്തേക്ക് കൊടുംചൂട് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ അവൽ മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തണുത്ത നല്ല കട്ട പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത്രയും കൊടും ചൂടിൽ നിന്ന് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. നല്ല ഉച്ച സമയത്തൊക്കെ ഇതുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സുഖമാണ് കിട്ടുന്നത്. നമുക്ക് നല്ലതുപോലെ വയറും നിറയും. ഇത് കഴിച്ച് കഴിയുമ്പം നമുക്ക് പിന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ്സിലും കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അവൽ മിൽക്ക് ഒന്നും കൂടി സ്പെഷ്യൽ ആക്കാനായിട്ട് നമുക്കിതിൻ്റെ അകത്ത് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് തണുപ്പാകും, നല്ല ടേസ്റ്റി ആകും. അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കിയപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഐസ്ക്രീം വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഇതോടെ ഇട്ട് കഴിച്ചപ്പോഴത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ, നമ്മുടെ ഈ അവൽ മിൽക്ക്. അതുകൊണ്ടാണ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഓപ്ഷണലാണ്. നട്ട്സ് ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ പുറത്ത് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കാം. ആ ചെറി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിക്ക് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് അവിടെ താഴെയൊന്നും പോകില്ല. ഞാനിത് ഒരു വലിയ ഇതായിട്ടാണ് വെച്ചത്, ഒന്നും കൂടി ഒരു സ്റ്റൈലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റൈലാകാനായിട്ട്. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.